ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് VBG റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി. 1 साल 2 साल नहीं, पहले दिन ही विकसित भारत जी राम जी योजना एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार. 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,86,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा. ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡേറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്.
ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്. 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാങ്കി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 ദിവസത്തെ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 ദിവസം രാജ്യത്ത് പൊതു ദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് റോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000-ഓളം പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000-ലധികം പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും.
കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.